ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് പുതിയ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രഗ്നൻസി അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗാണിത്. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി വ്ളോഗ്സ് നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം മൂന്നാമത്തെ മാസമാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് രാവിലെ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേർട്ടൻസൊക്കെ ഒന്ന് മാറ്റും. എന്നിട്ട് പിന്നെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കും. നമ്മൾ ഡോർസ് ഒന്നും ഓപ്പൺ ചെയ്യാറില്ല. ബാൽക്കണി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത്, അപ്പോൾ ബാൽക്കണി ഉണ്ട്. പക്ഷെ നമ്മൾ ഡോറൊന്നും ഓപ്പൺ ചെയ്യാറില്ല. കാരണം ഇവിടെ ഡൽഹിയിലെ ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സ്മോഗി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം രാവിലെയും രാത്രിയിലും, അതായത് സന്ധ്യാസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുകമടലും പോലെ ഒരു സിറ്റുവേഷനാണ്. പുകയൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സിറ്റുവേഷനാണ്. അപ്പം റീസെൻ്റ്ലി നമ്മൾ മേടിച്ച ഒരു സാധനമാണിത്. ഇതൊരു എയർ പ്യൂരിഫയർ ആണ്. അപ്പം ഇതൊരു ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ഒരു സാധനമാണ്. ഇത് ഞാൻ സ്പോൺസേർഡ് ഒന്നും അല്ല, ബട്ട് ജസ്റ്റ് ഞാൻ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മളിത് മേടിച്ചത്, കാരണം ഇത് അത്യാവശ്യമായിരുന്നു. അപ്പം അത് നമ്മൾ ഓൺ ചെയ്ത് വെക്കും രാവിലെ. പിന്നെ കുറച്ചൊരു സൂര്യപ്രകാശം വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ പിന്നെ ഡോർസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഓഫ് ചെയ്തിടും. പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഡോർസ് എല്ലാം അടച്ചതിന് ശേഷം ഈ എയർ പ്യൂരിഫയർ ഒന്നുകൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതാണപ്പം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറയാനാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറേ നാളായിട്ട് ശീലിച്ച ഒരു കാര്യമാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തണുപ്പ് സമയമാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കുടിക്കും. അതുപോലെ തന്നെ അല്ലാത്ത നോർമൽ ഡേയ്സാണ്, സമ്മർ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോർമൽ 1 ലിറ്റർ വെള്ളം, അതായത് 2 സമയത്തും ഞാൻ 1 ലിറ്റർ വെള്ളം തന്നെ ഞാൻ കുടിക്കാറുണ്ട്. അപ്പം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീട് മാറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുതിയ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആരുടെയും വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ എനിക്ക് വാഷ്റൂമിൽ പോകാനായിട്ട്, ഫ്രഷ് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ടോയ്ലറ്റ്സ് മാറുമ്പോഴത്തേക്കിനും. അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലമാണ് ഈ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പല്ലൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ ഈ 1 ലിറ്റർ വെള്ളം കുടിക്കും. അപ്പോഴത്തേക്കിനും നമുക്കൊരു പ്രഷർ ഓട്ടോമാറ്റിക്കലി ബിൽഡ് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ സുഖമായിട്ട് ഏത് വാഷ്റൂമിലാണെങ്കിലും ഞാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു ശീലമാണ് ഇത്. പക്ഷേങ്കിൽ പ്രഗ്നൻസി ആയ പിന്നെ എനിക്ക് ഈ 1 ലിറ്റർ വെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഒരു മേസൻ ജാറിൻ്റെ അകത്തിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് രാവിലെ കുടിക്കുന്നത് സാധാരണഗതിയിൽ. പക്ഷേങ്കിൽ ഇപ്പോൾ അത് കുറച്ചിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം ആക്കിയിട്ടുണ്ട്. കാരണം വോമിറ്റിംഗ് സെൻസേഷൻ ഭയങ്കരമായിട്ടും വന്നിട്ട് 1-2 പ്രാവശ്യം അങ്ങനെ വെള്ളം മൊത്തം വോമിറ്റ് ചെയ്ത് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ വെള്ളം കൂടി നിർത്തിയിട്ടില്ല. ഞാൻ വെള്ളം ഇപ്പോഴും മാക്സിമം രാവിലെ കുടിക്കാൻ നോക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ ഫ്രഷ് ആവുകയാണ്. പിന്നെ ഇപ്പം എൻ്റെ ഹസ്ബൻഡും അവിടെ നിന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. സാധാരണ ഇതിങ്ങനെ സംഭവിക്കാറില്ല, ബട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ബ്രഷ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് രാവിലത്തെ പരിപാടികളിലേക്കൊക്കെ കടക്കാം. ഞാൻ ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി, ഫേസ് വാഷൊന്നും അങ്ങനെ ഇടാറില്ല. രാവിലെ ജസ്റ്റ് ഒരു പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യാറുള്ളൂ. കാരണം ഞാനങ്ങനെ പ്രോഡക്റ്റ്സ് ഒന്നും അധികം ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുളിക്കുമ്പോൾ മാത്രമാണ് ഫേസ് വാഷ് ചെയ്യാറ്. ജസ്റ്റ് വെള്ളം കൊണ്ടൊന്ന് മുഖം കഴുകിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് നമുക്ക് രാവിലെ ഒരു നല്ലൊരു വൈബോടെ തന്നെ നമുക്ക് ഡേ തുടങ്ങാം. അപ്പം ഞാനിതൊരു മിനിസോയുടെ ക്യാൻഡിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ക്യാൻഡിലൊക്കെ കത്തിച്ചു. ഇനിയിപ്പം നമുക്ക് ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കണം ഇന്നത്തെ ദിവസത്തേക്കിനുള്ളത്. അപ്പം നമുക്കെന്തായാലും ഇനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് എന്തൊക്കെയാണെന്ന്, ഇന്നത്തെ ദിവസത്തേക്കിനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഞാൻ ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം
ഇതുപോലെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മയാണ് പറഞ്ഞത് ജീരകവെള്ളം കുടിച്ച് നോക്ക്, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രൈ ചെയ്തൊരു സാധനമാണ് ജീരകവെള്ളം. ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അതും അത്ര വലിയ ഇഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 ഗ്ലാസ് കുടിച്ചപ്പം എനിക്ക് വീണ്ടും അങ്ങനെ ഒരു ടെൻഡൻസി തോന്നിയായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പം ലൈം വാട്ടറോ എല്ലാം ട്രൈ ചെയ്യാമെന്ന്. അപ്പം ഇനിയിപ്പം ഞാനിരുന്ന് ഒരു ടു ഡു ലിസ്റ്റ് എൻ്റെ ഫോണിൽ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ ജനറലായിട്ടുള്ള എൻ്റെ ഒരു ടു ഡു ലിസ്റ്റ് പറയാം. നമുക്ക് തുണി മടക്കണം, പിന്നെ നമുക്കൊരു ഹെയർ ഓയിലും ഹെയർ വാഷും ചെയ്യണം, പിന്നെ നമുക്കൊന്ന് പാർക്കിൽ പോകണം. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് നമുക്കൊന്ന് പാർക്കിൽ പോവാം. പിന്നെ നമുക്ക് ഒരു 3 മണിക്കൂർ ട്യൂഷൻ എടുക്കാണ്ട് കുട്ടികൾക്ക്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്പെക്സ് ഒന്ന് ലൂസായിട്ടുണ്ട്, അതൊന്ന് ടൈറ്റൻ ചെയ്യണം. പിന്നെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്ളോഗ് ഒന്ന് എഡിറ്റ് ചെയ്യണം. ബേസിക്കലി ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബാക്കപ്പായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ അത് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ടേജസൊക്കെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ആദ്യത്തെ പണിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് തുണിയെല്ലാം ദാണ്ട് അവിടെ വിരിക്കാൻ ഞാൻ കസേരയിലൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഉണങ്ങാനുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ സെറ്റ് ഓഫ് ക്ലോത്ത്സ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പം അതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന പരിപാടി. ഞാൻ ബാക്കി ഉണ്ടായിരുന്ന തുണികളും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ആദ്യത്തെ സെറ്റാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ സെറ്റ് അവിടെ ഉണങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ ബാൽക്കണിയിൽ. അത് പിന്നെയാണ് ഞാൻ എടുക്കുന്നത്, ഇപ്പം ഞാൻ എടുക്കുന്നില്ല. അപ്പം ഞാൻ ആ തുണിയൊക്കെ മടക്കുന്നുണ്ട്. ഈ തുണിയൊക്കെ മടക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ചൂട്, ഈ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതും ഒന്ന് കുടിക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടി ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തുണി മടക്കുകയാണ്. അപ്പം എൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ നോക്കുന്ന പരിപാടിയാണിത്. ഞാൻ തുണി മടക്കി അപ്പം തന്നെ ഞാൻ അലമാരിയിൽ കൊണ്ടുപോയി ഓർഗനൈസ് ചെയ്യും. കാരണം ഞാൻ അന്നേരം തന്നെ ആ പരിപാടി ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ അലമാരി കുളമാവും. അതാണ് ശരിക്കും എൻ്റെ പണ്ടുണ്ടായിരുന്ന ശീലം. അതുകൊണ്ട് ഞാനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മടക്കിയിട്ട് അപ്പം തന്നെ ഞാൻ അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കും. അതിന് മടി വിചാരിക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി എടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു റൂമിൽ ഡംപ് ചെയ്യും. എന്നിട്ട് പിന്നെ എനിക്ക് സമയമുള്ളപ്പം, അലമാരിയിൽ കയറ്റാൻ സമയം ഉണ്ടെന്നുള്ളപ്പം മാത്രം ഞാൻ അത് മടക്കും. അല്ലെങ്കിൽ ഞാനത് മടക്കാറില്ല, ഞാൻ അവിടെ തന്നെ ഇടും. അല്ലെങ്കിൽ പിന്നെ ഞാൻ ചുമ്മാ അത് എടുത്ത് കുത്തി കയറ്റി അലമാരിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഓർഗനൈസായിട്ട് ഇരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ തുണിയെല്ലാം മടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം മടക്കിയതിന് ശേഷം നമ്മൾ അതെല്ലാം എടുത്തുകൊണ്ട് പോയി നമ്മൾ അതാത് സ്ഥാനത്ത് നമ്മൾ വെക്കും. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കാരണം നമ്മളിന്ന് ആക്ച്വൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള നമ്മുടെ പറാട്ടയാണ് കഴിക്കുന്നത്. അതായത് ഡൽഹിയിലുള്ള പൊറോട്ട. അപ്പം അത് ഏട്ടൻ പുറത്തു നിന്നാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. ബട്ട് അതിന് മുന്നേ നമ്മൾ വെള്ളം കുടിച്ച് തീർക്കുകയാണ് ഇവിടെ. അപ്പം 2 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഫ്രഷൊക്കെ ആയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കിയത് പഴം പുഴുങ്ങിയതാണ്. ഏത്തപ്പഴം ഏട്ടൻ റീസെൻ്റ്ലി നാട്ടിൽ പോയിട്ട് വന്നപ്പം കുറച്ച് ഏത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് നമ്മൾ ഇവിടെ കഴിക്കുന്നത്. അപ്പം അത് കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ രാവിലെയുള്ള ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ടാബ്ലറ്റ് ഞാൻ കഴിക്കുന്നുണ്ട്. ഒരു പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റും പിന്നെ ഒരു ഫോളിക് ആസിഡും. അപ്പം ഈ 2 ടാബ്ലറ്റ് മാത്രമാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. അപ്പം അത് ഞാൻ കഴിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോഴത്തേക്കിനും നമുക്ക് ഏട്ടന് പോകാൻ സമയമായി. അതായത് സാധനം മേടിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പം ഏട്ടനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാം സൂര്യപ്രകാശമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് ഡോഴ്സൊക്കെ നമ്മുടെ ഓപ്പൺ ചെയ്യാം, ബാൽക്കണിയൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏട്ടനോട് ടാറ്റയൊക്കെ പറയുന്നുണ്ട് ഞാനിവിടെ.
അപ്പം ഞാൻ ഡോർസ് എല്ലാം ഇനിയിപ്പം തുറക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാ ഡോർസും, അതായത് 2 ബാൽക്കണി ഉണ്ട്. ബട്ട് നമ്മുടെ പുറകിലത്തെ റൂംസിന് രണ്ടും ഒരേ ബാൽക്കണിയിലേക്കാണ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾ കാണുന്നത് ഫ്രണ്ട് ബാൽക്കണിയുടെ ഡോറാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബാൽക്കണിയാണ് ആദ്യം തുറക്കുന്നത്. പിന്നെ നമ്മൾ 2 ബാൽക്കണിയുടെയും ഡോർസ് തുറന്ന് വയ്ക്കും. ഗ്രില്ലുള്ളതുകൊണ്ട് നമുക്ക് ഈ വുഡൻ ഡോറ് മാത്രം തുറന്ന് വെച്ചാൽ മതി. അപ്പം നമുക്ക് പ്രശ്നമില്ല, പൊടിയൊന്നും അധികം അങ്ങനെ കയറത്തില്ല. അപ്പം അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. നമ്മൾ രാവിലെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സൂര്യപ്രകാശം വന്നു കഴിഞ്ഞാൽ നമ്മളിത് തുറന്നിടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പം നമുക്കത് വേഗം, കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ, അധികം പാത്രം ഇല്ലായിരുന്നു. രാത്രിയിൽ ഇത് കഴുകി വയ്ക്കുന്നതുകൊണ്ട് നമുക്കധികം പാത്രമില്ല. അപ്പം നമുക്ക് വേഗം തന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നമുക്ക് തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കാം. അപ്പം ഇതാണ് ഞാൻ ചെയ്യുന്നത്. രാവിലത്തെ ആ പാത്രം കഴുകി പിന്നെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ ഏട്ടൻ വന്നിട്ടുണ്ട് തിരിച്ച്. അപ്പം നമുക്ക് ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ആക്ച്വലി മേടിച്ചതെന്ന് പറയുന്നത് പഞ്ച്ഗാവ് ദേശി എന്ന് പറയുന്ന മാനേസറുള്ള ഒരു ഢാബയിൽ നിന്നാണ് നമ്മൾ ഈ പൊറാട്ട മേടിച്ചത്. അപ്പം അവരുടെ പൊറാട്ട ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ തവ പൊറാട്ടയും മേടിച്ചിട്ടുണ്ട്, പിന്നെ എന്തോ സ്മോക്ക് ചെയ്തേക്കുന്ന അങ്ങനത്തെ ടൈപ്പൊരു ഇതുണ്ട്. അതിനെന്താ പേരെന്ന് ഞാൻ ഓർക്കുന്നില്ല. ബട്ട് അത് രണ്ടുമാണ് മേടിച്ചേക്കുന്നത്. എനിക്ക് തവ പൊറാട്ടയാണ് ഇഷ്ടം. അതിൻ്റെ കൂടെ തന്നെ അവർ ബട്ടറും തരും, പിന്നെ ഗാർലിക്കിൻ്റെ ഒരു സൈഡ് ഡിഷ് പോലെ, അങ്ങനെ ഒരു ചട്നി പോലെ എന്തോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ഈ ഹാപ്പി ഡാൻസൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോഴത്തേക്കിനുമാണ് നമ്മുടെ കരിക്കിൻ്റെ ചേട്ടൻ അവിടെ താഴെ നിന്ന് ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മിയും എൻ്റെ അനിയത്തിയും കുറച്ച് ദിവസത്തേക്കിനൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അമ്മ പുള്ളിയോട് പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, സാറ്റർഡേയോ സൺഡേയോ നിങ്ങൾ വന്നിട്ടൊന്ന് ബെല്ലടിക്കണമെന്ന്. അപ്പം ഏട്ടൻ പോയി അത് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം നമുക്ക് കരിക്കും കഴിക്കാം, അതുപോലെ തന്നെ നമുക്ക് കരിക്ക് വെള്ളം കുടിക്കാം. ഇത് പ്രഗ്നൻസിക്ക് ഭയങ്കര നല്ലൊരു സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വിറ്റമിൻ ഡി കിട്ടാനായിട്ട് ഞാൻ പുറത്ത് എൻ്റെ ബാൽക്കണിയിൽ പോയിരിക്കുകയാണ്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ്. അപ്പം എൻ്റെ വൈറ്റമിൻ ഡി കുറവാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സൂര്യപ്രകാശം നമുക്ക് കൊള്ളാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേർണൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഡേ ടു ഡേ ബേസിസിലുള്ള എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാനുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഏകദേശം ലഞ്ച് ടൈമൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം നമുക്ക് എണ്ണയൊക്കെ തേച്ച് നിന്നല്ലേ, അപ്പം നമുക്കൊരു കുളിയൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുളിക്കാൻ പോവുകയാണ്. തുണിയൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് ഇറങ്ങി വരാം. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് കാണാം, ബാൽക്കണിയിൽ തുണി ഇട്ടിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഏട്ടൻ ആ തുണിയൊക്കെ എടുത്ത് അകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി, തലയൊക്കെ കുളിച്ചു, മേലും കുളിച്ചു. അപ്പം നമുക്കിനി കുറച്ച് സ്കിൻ കെയർ ചെയ്യാം. സ്കിൻ കെയറിന് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ് ബാം ഇടുന്നുണ്ട്, ലെനേഷിൻ്റെ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലിപ് ബാമാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മോയ്സ്ചറൈസർ, പോൺസിൻ്റെ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഐബ്രോസ് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാസ്റ്റർ ഓയിൽ ഇടുന്നുണ്ട്. പിന്നൊരു മീഷോയിൽ നിന്ന് ഞാൻ മേടിച്ച ഒരു ലിപ്പ് ഓയിൽ. ഇത് ഒരു ടിൻറ്റഡെന്നോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ട് കളർ മാറുന്ന ഒരു ലിപ്പ് ഓയിലാണ്. പിന്നെ നമുക്ക് ഇയറിങ്സ് ഒക്കെ ഇട്ട് നമ്മൾ റെഡിയായി. ഇനി നമുക്ക് അവിടുന്ന് കൊണ്ടുവന്ന ചായ, അതായത് അവിടുത്തെ ചായ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ജിഞ്ചർ ടീ ഇഷ്ടമാണ്, നിങ്ങളിവിടെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ആവുന്നതാണ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ട്. അപ്പം ഒരു ഇടയ്ക്കുള്ളൊരു സ്നാക്ക് പോലെ. അപ്പം അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ക്ലോത്ത്സ്, ഏട്ടൻ കൊണ്ടിട്ടേക്കുന്ന ക്ലോത്ത്സ് നമുക്ക് മടക്കി വയ്ക്കാം. അപ്പം നമ്മൾ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ നമുക്ക് ഏകദേശം 3 മണിയാവാറായി. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ഞാൻ തോരനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ രസം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അമ്മയുടെ രസം എന്ന് പറയുന്നത്. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോഴും വായിൽ വെള്ളം വരും. ഞാൻ എപ്പോൾ അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ഞാൻ അമ്മയോട് പറയാറുണ്ട് എനിക്ക് അമ്മയുടെ രസം ഉണ്ടാക്കി തരാമെന്ന്.
അപ്പം അതിൻ്റെ റെസിപ്പി എപ്പോഴേലും പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ യൂട്യൂബിൽ ഇടാം ഞാൻ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളൊരു നടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാർക്കിലേക്ക്, അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ചെരുപ്പൊക്കെ മാറ്റി നമ്മൾ പാർക്കിലേക്ക് പോവുകയാണ്. അപ്പം ഈ പാർക്കെന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കുറച്ച് ലാവിഷായിട്ടുള്ളൊരു പാർക്കാണ് കേട്ടോ. ഭയങ്കര നല്ല രസമാണ്. ഭയങ്കര പച്ചിപ്പും കാര്യങ്ങളൊക്കെ. നമുക്കിങ്ങനെ ഡൽഹിയിലും ഗുഡ്ഗാവിലും ഒന്നും ഇത്രയൊന്നും പച്ചിപ്പൊന്നും നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇവിടെയൊക്കെ ഞാൻ പോകുന്നതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സാറ്റർഡേ സൺഡേ അങ്ങനെ നമുക്ക് പാർക്കിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന്. അപ്പം ഭയങ്കര നല്ലൊരു കാര്യമല്ലേ ഇത്രയും പച്ചിപ്പും മരങ്ങളും ഒക്കെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അധികം നടക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ചുമ്മാ കുറച്ച് നേരം ഒന്ന് നടന്നിട്ട് പിന്നെ നമ്മളവിടെ ചുമ്മാ കുറച്ച് നേരം ഒന്ന് ഇരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോയിട്ട് നമുക്ക് ട്യൂഷനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം ഞാൻ ട്യൂഷൻ എടുക്കാറുണ്ട്. സാറ്റർഡേ ആണെങ്കിൽ 3 മണിക്കൂർ, സൺഡേ ആണെങ്കിൽ 2 മണിക്കൂർ. കാരണം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് UK ബേസ്ഡാണ്. അപ്പം അവളുടെ ടൈമും എൻ്റെ ടൈമും ഇന്ത്യൻ ടൈമും കൂടെ ഒത്തുപോകാത്തതുകൊണ്ടാണ് നമുക്ക് സാറ്റർഡേ സൺഡേ എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് 5 ദിവസത്തെ മൺഡേ ടു ഫ്രൈഡേ എന്നുള്ള നിലയിൽ നമ്മൾ 5 മണിക്കൂറായിട്ട് സാറ്റർഡേയും സൺഡേയും ചെയ്യുന്നത്. അപ്പം നമുക്കിനി തിരിച്ച് പോയിട്ട് ട്യൂഷൻ എടുക്കാം. Hello. Smira, where are you? Huh? Hi, sorry, I was getting my book. 1 minute. Okay. Okay, sorry about that. I was down. Okay, no problem. Okay, so all your work is over? Yep. Okay. So you are doing algebra, no? Yeah. Okay, we did what? Brackets? Yeah, I think so. Okay, do this. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏകദേശം രാത്രിയായി. അപ്പം നമുക്ക് പോയി ഡിന്നർ കഴിക്കാം. അപ്പം ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് മറ്റൊന്നുമല്ല, നമ്മുടെ രാവിലെ ഉണ്ടായിരുന്ന പൊറാട്ടയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് തന്നെ ചൂടാക്കിയിട്ടാണ് ഞങ്ങൾ ഡിന്നറായിട്ട് കഴിക്കുന്നത്. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിന്നർ എല്ലാം ചൂടാക്കിയിട്ട് നമ്മൾ ഇരുന്ന് കഴിക്കുകയാണ്. ഏട്ടനും ഇത് ഇപ്പം വന്നിട്ട് കഴിക്കും. അപ്പം ഇവർ മക്കനും തരും കേട്ടോ, ഈ വെണ്ണയെന്ന് പറയുന്ന സാധനം ഈ പൊറോട്ടയുടെ കൂടെ. പക്ഷെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രഷായിട്ട് കഴിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിനൊരു രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പം ഫ്രഷായിട്ട് കഴിക്കാൻ നോക്കുക. അവിടെ പോയി ഇത്രയും ദൂരെ പോയി കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് അവിടുന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത്. ഞാനങ്ങനെ അധികം പുറത്തുനിന്നൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. അപ്പം നമ്മൾ ഡിന്നർ കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം അകത്ത് തന്നെ, വീട്ടിൻ്റെ അകത്തിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. കാരണം എനിക്ക് ഗ്യാസിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ട്. അപ്പം ഭയങ്കര ഗ്യാസ് ഇഷ്യൂ ഉള്ള കാരണം തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് നടക്കാൻ നോക്കാറുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ടാബ്ലറ്റൊക്കെ കഴിച്ചു. ഏട്ടൻ വന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ടു ഡു ലിസ്റ്റൊക്കെ ഒന്ന് ഓവറോൾ ഒന്ന് നോക്കുകയാണ്. അതായത് എല്ലാം നമുക്ക് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം ഏകദേശം പറയുവാണെങ്കിൽ നമ്മളെല്ലാം തന്നെ നമ്മൾ തീർത്തിട്ടുണ്ട് ടു ഡു ലിസ്റ്റിലുണ്ടായിരുന്നത്. എക്സെപ്റ്റ് നമ്മുടെ ഈ വ്ളോഗ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ എഡിറ്റ് ചെയ്തു. ഈ ക്ലിപ്പും കൂടെ ഞാൻ ചേർത്ത് വെച്ചിട്ട് ഈ ക്ലിപ്പിന് ശേഷം 1-2 ക്ലിപ്പ് കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ ചേർത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തു. പക്ഷേ വോയിസ് ഓവർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.